ഡിസ്ക് ബൾജ് ചെയ്യുന്ന കണ്ടീഷൻ അല്ലെങ്കിൽ നട്ടിൽ തെന്നിപ്പോകുന്ന കണ്ടീഷനിലാണ് പലപ്പോഴും സർജറി അഡ്വൈസ് ചെയ്യുക. വളരെ ചെറിയ കീഹോൾ ശസ്ത്രക്രിയ പോലെ എൻഡോസ്കോപ്പിക്കായിട്ട് മയക്ക് പോലും ചെയ്യാതെയുള്ള സർജറികൾ ഇന്ന് ലഭ്യമാണ്. നട്ടലിന് ഓപ്പറേഷൻ ചെയ്തിട്ട് നടക്കാണ്ടായിപ്പോയ രോഗിയെ കണ്ടിട്ടില്ല. മോഡേൺ മെഡിസിൻ അത്രയധികം അഡ്വാൻസ്ഡ് ആയ ഈ സമയത്ത് ഒരു സർജറി ചെയ്യുന്നതിനെപ്പറ്റി നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. നട്ടലിൻ്റെ ശസ്ത്രക്രിയ എന്ന് കേൾക്കുമ്പോൾ മറ്റു ശസ്ത്രക്രിയയെ പോലെയല്ല, പലപ്പോഴും എല്ലാവരും പേടിക്കുന്ന ഒരു ശസ്ത്രക്രിയയാണ് നട്ടലിൻ്റെ ശസ്ത്രക്രിയ. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു മിത്താണ്. പലരിലും ഉണ്ടാകുന്ന ചിന്തയെന്ന് പറഞ്ഞാൽ നട്ടലിന് സർജറി ചെയ്ത് കഴിഞ്ഞാൽ ഇനി നടക്കാൻ കഴിയില്ല, നട്ടല് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്, സർജറി ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു മിസ്കൺസെപ്റ്റ് ആളുകളുടെ ഇടയിലുണ്ട്. ഇന്ന് നമുക്ക് അതിനെപ്പറ്റി ചർച്ച ചെയ്യാം. നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ അനൂപ് RC, കൺസൾട്ടൻറ്റ് ഓർത്തോപീഡിക് ആൻഡ് ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റ് സർജൻ, സ്പ്രിംഗ്ഫീൽഡ് KMC ഹോസ്പിറ്റൽ, എറണാകുളം. നമുക്ക് നട്ടലിൻ്റെ ശസ്ത്രക്രിയ, നട്ടലിൻ്റെ വേദനയെപ്പറ്റിയും നമ്മൾ മറ്റൊരു വീഡിയോയിൽ സംസാരിച്ചതാണ്. അങ്ങനെയുള്ള കണ്ടീഷനുകളിൽ, അതായത് ഡിസ്ക് ബൾജ് ചെയ്യുന്ന കണ്ടീഷൻ അല്ലെങ്കിൽ നട്ടിൽ തെന്നിപ്പോകുന്ന കണ്ടീഷനിലാണ് പലപ്പോഴും സർജറി അഡ്വൈസ് ചെയ്യുക. അത് പലപ്പോഴും അവസാനത്തെ സ്റ്റേജിലാണ് ഡോക്ടർമാർ സർജറി അഡ്വൈസ് ചെയ്യുന്നത്. അതായത് വേദന സംഹാരികളും ഫിസിയോതെറാപ്പിയും മറ്റ് എക്സസൈസുകളും കൊണ്ട് രോഗിക്ക് ബുദ്ധിമുട്ട് മാറുന്നില്ല എന്ന് കാണുമ്പോഴാണ് പലപ്പോഴും സർജറി അഡ്വൈസ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നൂതനമായ സംവിധാനം വെച്ച്, മുമ്പ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നട്ടിൽ ഫുള്ള് തുറന്നിട്ട് നമ്മൾ ബോണിൻ്റെ ഒരു പീസ് മാറ്റി ഡിസ്ക് എടുത്ത് കളയാണ് ചെയ്തിരുന്നത്. എന്നാൽ അങ്ങനെയുള്ള ശസ്ത്രക്രിയ ഇപ്പോൾ ചെയ്യുന്നില്ല. ഇപ്പോൾ കൂടുതലും ചെയ്യുന്നത് മിനിമലി ഇൻവേസീവ് സർജറികളാണ്. PLD പോലുള്ള ചികിത്സകളാണ് ചെയ്യുന്നത്. അതായത് വളരെ ചെറിയ കീഹോൾ ശസ്ത്രക്രിയ പോലെ എൻഡോസ്കോപ്പിക്കായിട്ട് മയക്ക് പോലും ചെയ്യാതെയുള്ള സർജറികൾ ഇന്ന് ലഭ്യമാണ്. എൻഡോസ്കോപ്പി എന്ന് വെച്ചാൽ നമ്മൾ മുട്ടിനുള്ളിൽ ക്യാമറ പോലെ ഇട്ട് ചെയ്യുന്ന പോലെ തന്നെ നട്ടലിൽ അവിടെ മാത്രം ധരിപ്പിച്ചിട്ട് ഒരു ക്യാമറ വഴി കടത്തിവിട്ട് ബൾജായിരിക്കുന്ന ഡിസ്ക് എടുത്തു മാറ്റി കളയുക. ഉണർന്നിരിക്കുന്നതുകൊണ്ട് തന്നെ രോഗിക്ക് മറ്റെവിടെയും എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ അത് അപ്പം തന്നെ ഡോക്ടർക്ക് അറിയാനും കഴിയുന്നതാണ്. അങ്ങനെ എന്തെങ്കിലും നെർവിൻ്റെ സ്ഥലത്തേക്ക് നമ്മൾ സർജറി സമയത്ത് പോകുന്നു എന്നുള്ളത് രോഗി ഉണർന്നിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് അറിയാൻ കഴിയുന്നതാണ്. അതാണ് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇപ്പോൾ ഉള്ള സർജറി. അതുപോലെ തന്നെ മിനിമലി ഇൻവേസീവായ ഒരുപാട് സർജറികൾ ഇന്ന് ലഭ്യമാണ്. അപ്പോൾ ആളുകളുടെ തെറ്റിദ്ധാരണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നട്ടലിന് ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എഴുന്നേറ്റ് നടക്കില്ല എന്നുള്ള ഒരു കൺസെപ്റ്റാണ്. ഈ 12 വർഷം എൻ്റെ പ്രാക്ടീസിനിടയ്ക്ക് ഞാൻ ഇതുവരെ നട്ടലിന് ഓപ്പറേഷൻ ചെയ്തിട്ട് നടക്കാണ്ടായിപ്പോയ രോഗിയെ കണ്ടിട്ടില്ല. പലപ്പോഴും ആളുകൾക്ക് സംഭവിക്കുന്ന ഈ മിഥ്യാധാരണയുടെ ഒരു കാരണം, നട്ടൽ കംപ്ലീറ്റ് ആയിട്ട് ഡാമേജ് ആയിപ്പോയ ഒരാൾക്ക് അയാൾക്ക് അയാൾക്ക് ഓൾറെഡി നെർവിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്ത് വീണ്ടും റീജനറേറ്റ് ചെയ്യാൻ കപ്പാസിറ്റി ഇല്ലാത്ത കുറച്ച് സെല്ലുകളിലൊന്നാണ് നെർവ് സെൽസ്. അതായത് ഞരമ്പിൻ്റെ സെൽസിന് അതിന് സ്വയമേ അത് പുതിയതായി വരാനുള്ള കഴിവില്ലാത്തതാണ്. അപ്പോൾ ഒരിക്കലൊരു വലിയ ഡാമേജ് സംഭവിച്ചു കഴിഞ്ഞാൽ അത് ഫുള്ളി റിക്കവർ ചെയ്യാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ അങ്ങനെയുള്ള കണ്ടീഷനുകളിൽ പണ്ട് നട്ടലിന് സർജറി ചെയ്യുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രോഗിക്ക് എഴുന്നേറ്റിരിക്കാൻ വേണ്ടിയിട്ട് ഉള്ള സർജറികൾ, അതായത് സ്പൈനൽ കോഡ് ഈവൻ ഡാമേജ് ആയി പോയി കഴിഞ്ഞാലും എഴുന്നേറ്റിരിക്കാൻ വേണ്ടിയിട്ട് ബാക്കിലൊരു സപ്പോർട്ട് എന്നുള്ള രീതിയിൽ സർജറി ചെയ്യുന്ന ഒരു സർജറി, അങ്ങനത്തെ ഉള്ള സർജറികൾ ചെയ്ത രോഗികളെ കാണുമ്പോൾ അവർക്ക് ചിലപ്പോൾ ഓൾറെഡി തളർന്നു പോയിട്ടുണ്ടാകും. പക്ഷേ സർജറി ചെയ്തിട്ടാണ് തളർന്നു പോയെന്ന് പലരും അതിനെ മിത്തായിട്ട് എടുക്കുന്നതാണ്. ഇന്നത്തെ നൂതനമായ സംവിധാനം വെച്ചിട്ട് ഒരുപാട് മോണിറ്ററിങ് സംവിധാനങ്ങൾ ഇന്ന് ലഭ്യമാണ്. നട്ടിൽ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ നെർവിലേക്ക് ഏതെങ്കിലും രീതിയിൽ നമ്മുടെ സർജൻ്റെ എക്യുപ്മെൻറ്റ്സോ അല്ലെങ്കിൽ നമ്മൾ യാട്രോജനിക് ട്രോമ എന്ന് പറയും. യാട്രോജനിക് ട്രോമ എന്ന് വെച്ചാൽ അതായത് സർജറിയിലൂടെ ഉണ്ടാകുന്ന ട്രോമ, അങ്ങനെയുള്ള ട്രോമകൾ ഉണ്ടാവാതിരിക്കാനുള്ള എല്ലാ പ്രിക്കോഷൻസും ഇന്ന് നൂതനമായ സംവിധാനത്തിൽ മോഡേൺ മെഡിസിനിൽ ലഭ്യമാണ്. ആ സംവിധാനങ്ങൾ വെച്ചിട്ടാണ് സ്പൈൻ സർജറികളെല്ലാം ചെയ്യുന്നത്. ഇതിലൂടെ പെട്ടെന്ന് തന്നെ നടുവേദന, ഇപ്പം എൻ്റെ ലാസ്റ്റ് രോഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 5 വർഷമായിട്ട് നടുവേദനയായിട്ട് ജീവിക്കുകയാണ്. 5 വർഷം മുന്നേ സർജറി ഞാൻ തന്നെ പറഞ്ഞ, അതിനുശേഷം പുള്ളിക്കാരി അതിന് ഒറ്റമൂലി വൈദ്യ ചികിത്സ അങ്ങനെയുള്ള പല ക്വാക്ക് ട്രീറ്റ്മെൻറ്റിലേക്കും സ്യൂഡോ സയൻസിലേക്കും ഒക്കെ പോവുകയും ബുദ്ധിമുട്ട് കൂടി അവസാനം തീരെ നിവൃത്തിയില്ലാതായപ്പോഴാണ് പുള്ളിക്കാരി ഈ സർജറിക്ക് സംബന്ധിച്ചത്. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അമ്മയെ കൂടിയാണ്. ഈ 5 വർഷം അവർ സഹിച്ച വേദന ഒരു ആവശ്യമില്ലാത്ത വേദനയായിരുന്നു എന്ന് സർജറി കഴിഞ്ഞപ്പോൾ അവരെന്നോട് പറയുകയും ചെയ്തു. വളരെ ഒരു 2 സെൻറ്റിമീറ്ററുള്ള ഒരു ചെറിയ മുറിവിലൂടെ തന്നെ അവരുടെ ബൾജ് ചെയ്ത ഡിസ്ക് പുറത്തെടുത്ത് കളയാൻ സാധിച്ചതാണ്. അതിനോടൊപ്പം തന്നെ അവർക്കുണ്ടായിരുന്ന യൂറിനറി സിംറ്റംസും കാലിലേക്കുള്ള വേദനയും
വളരെ പെട്ടെന്ന് തന്നെ മാറുകയും ഓപ്പറേഷൻ ചെയ്ത് അതേ ദിവസം തന്നെ അവർ എഴുന്നേറ്റ് നടന്ന് സ്വന്തമായി ടോയ്ലറ്റിൽ പോയി സ്വന്തം കാര്യങ്ങൾ ചെയ്യുന്ന രീതിയിലും അവർക്ക് ചെയ്യാൻ സാധിച്ചതാണ്. അപ്പോൾ ഈ വേദന സഹിക്കുന്നതിന് പകരം ഒരു വിദഗ്ധൻ്റെ ഉപദേശം, പലപ്പോഴും നമ്മുടെ ഇങ്ങനെ ഉള്ള കണ്ടീഷനിൽ നമ്മൾ ഉപദേശം സ്വീകരിക്കുക തൊട്ടടുത്ത വീട്ടിലെ ചേച്ചിയുടെയും ചേട്ടൻ്റെയും ഒക്കെ ഉപദേശം സ്വീകരിച്ചാണ് പലപ്പോഴും നമ്മൾ ഇത് വേണ്ടാന്ന് വെക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ തീർച്ചയായും മോഡേൺ മെഡിസിൻ അത്രയധികം അഡ്വാൻസ്ഡ് ആയ ഈ സമയത്ത് നടുവേദനയെ പറ്റിയുള്ള ശസ്ത്രക്രിയയ്ക്കോ അല്ലെങ്കിൽ നട്ടെല്ലുമായിട്ട് ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകൾക്ക് ഒരു സർജറി ചെയ്യുന്നതിനെപ്പറ്റി നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം.